പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കാൻ പോകുന്നു. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ. അവർ 24നോട് അത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരവും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ 24 ഇന്ന് പുറത്തുവിട്ടു. കേസിൽ 2 പ്രതികൾ കൂടി ഇന്ന് അറസ്റ്റിലായതോടെ ആകെ പ്രതികളുടെ എണ്ണം 20ആയി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 21കാരൻ നേരിട്ടത് സമാനതകളില്ലാത്ത കൊടും ക്രൂരത. തുടക്കത്തിലെ നിസ്സംഗത വാർത്തയായതോടെ പ്രതികൾ ഓരോരുത്തരായി പിടിയിലായി. അപ്പോഴും ദുരൂഹതകൾ ബാക്കി. ഒടുവിലിത നേരറിയാൻ CBI. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെ 11 മണിക്ക് സിദ്ധാർത്ഥന്റെ പിതാവും അമ്മാവനും മുഖ്യമന്ത്രിയെ കണ്ടു. കേസ് CBIക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. മിനിറ്റുകൾക്കുള്ളിൽ തീരുമാനമെത്തി. കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ. ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇതൊരു ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷണത്തിൽ വിട്ടത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു തൃപ്തി തോന്നുന്നു. ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജബി മേത്തറും രാഹുൽ മാങ്കൂട്ടത്തിലും അലോഷ്യ സേവറും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ 3 പേരും ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനകൾ 3ൻ്റെയും പ്രസിഡന്റുമാർ ഒരു ചരിത്രപ്രധാനമായ ഒരു സമരം ആരംഭിച്ചത്. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ 3 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തിയത് ഗുരുതര വെളിപ്പെടുത്തലാണ്. നടന്ന കാര്യങ്ങൾ മറച്ചുവെക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു. ആന്റി റാഗിംഗ് സ്ക്വാഡ് UGCക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 പുറത്തുവിട്ടു. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. പോലീസിന് മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നു. ഭയം കാരണം സത്യസന്ധമായി മൊഴി നൽകാനായില്ല. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു. ഓൺലൈൻ ഹിയറിംഗിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019ലും 2021ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥിക്ക് എന്തു പറ്റിയെന്ന് ഇനിയും വ്യക്തമല്ല. കോളേജിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. സിദ്ധാർത്ഥന് നീതി തേടിയുള്ള കുടുംബത്തിന്റെ പോരാട്ടവും മരണത്തിലേക്ക് തള്ളിവിട്ട ക്രൂരമർദ്ദനത്തിനെതിരെ ഉയർന്ന ജനരോഷവും പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്ന വികാരവും മാധ്യമ ഇടപെടലുമാണ് CBI അന്വേഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിലൂടെ മരണത്തിലെ മുഴുവൻ ദുരൂഹതകളും മറനീങ്ങുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. SFIയും കോളേജ് അധികൃതരും സർക്കാരുമെല്ലാം തന്നെ വലിയ ആരോപണങ്ങൾ കേട്ട കേസാണ്. അതിലാണ് ഇനിയിപ്പോൾ CBIയുടെ അന്വേഷണം വരാൻ പോകുന്നത്. CBI അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യമാണ് പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് ഞങ്ങൾ വെച്ചത്. അതിനുള്ള ഉത്തരം, പ്രതികരണങ്ങൾ കാണാം. CBI അന്വേഷണം ആവശ്യമാണ്. നേരം വൈകിട്ടൊന്നുമില്ല. അത് പെരുത്ത കാലം കൊല്ലങ്ങളോളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ആയിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ. CBI അന്വേഷണം ആവശ്യമാണ്. ഇവിടെ അതേമാതിരി മാറാട്ട് 14 കൊന്നിട്ട് ഇവിടെ CBI അന്വേഷണത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ട് കോൺഗ്രസും BJPയും അതിനെപ്പറ്റി ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാം പുറത്തു വരുന്നുള്ള വിശ്വാസമില്ല. അതൊക്കെ കുറേ രാഷ്ട്രീയ ബേസിൽ അങ്ങനെ മാഞ്ഞു പോകും, പലത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പലതും. പക്ഷേ CBI അന്വേഷണം വന്നത് നല്ലതാണ്. കുറച്ചും കൂടി നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും CBI അന്വേഷണം ആവശ്യം. CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഒരു നീതിപൂർവമായ ആ കുടുംബത്തിന് കിട്ടും.
അതിൽ സംശയമൊന്നുമില്ല. കണ്ടെത്തണമല്ലോ. CBI ഏൽപ്പിച്ചാലാണല്ലോ കാര്യങ്ങൾ. പോലീസ് എന്തായാലും കാര്യങ്ങൾ നടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CBI തന്നെ ആയിരിക്കും നന്നാവുക. കേരള പോലീസിന് കൊടുത്തിട്ട് വിശ്വാസയോഗ്യമല്ലെങ്കിൽ കൊടുത്താൽ പോരെ. ആദ്യമേ CBI അന്വേഷണം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ എന്താ സത്യമാണോ കള്ളതാണോ നമുക്കറിയില്ലല്ലോ. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് പോലീസിൻ്റെ അടുത്ത് എനിക്കൊരു ഉറപ്പില്ല. കണ്ടറിയാം സർക്കാർ. CBI അന്വേഷിക്കാൻ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിവരങ്ങളും ഇൻവെസ്റ്റിഗേഷനും ഇതൊക്കെ നടക്കും. CBI ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതലായിട്ട് എനിക്കറിയില്ല, എന്നാലും കുറേയൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല ഒരിക്കലും.